ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്. ഞാനിത് അനാർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഓറഞ്ച് വെച്ചിട്ടും ഗ്രേപ്സ് വെച്ചിട്ടും ഒക്കെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റിയാണ്. ഫ്രൂട്ട്സും പാലൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. എന്തായാലും അവർ കഴിച്ചോളൂ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല, തീയുടെ ആവശ്യമില്ല. ശരിക്കും നല്ല ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ജെലാറ്റിനാണ്. ഇനി നിങ്ങൾക്ക് ജെലാറ്റിൻ ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ജെലാറ്റിൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസും എടുക്കാം. ഞാനിവിടെ ഒരു 10 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണും കൂടി ഉണ്ട്. ഇത് ഫുള്ളും നമുക്ക് ആവശ്യമുണ്ട്. ചൈന ഗ്രാസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 8 ഗ്രാം വരെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒന്നും ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറുള്ള സാദാ വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് അനാർ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പാർട്സ് ഒട്ടും കുടുങ്ങാതെ നല്ല വൃത്തിയായിട്ട് ഓരോ അല്ലികളും എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊട്ടും വെള്ളം ചേർക്കാതെയാണ് നമുക്കിത് ജ്യൂസാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ആ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാതെ എടുക്കരുത്, നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണേ. അല്ലെങ്കിൽ ആ കുരുവിൻ്റെ ആ തരിയൊക്കെ കൂടി പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം നമുക്കിത് കിട്ടിയിട്ടുണ്ട്, ഈ അനാറിൻ്റെ ജ്യൂസ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് പൗഡറാണ്. വിപ്പിംഗ് പൗഡർ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് ഒരുപാടങ്ങ് പതഞ്ഞ് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അനാർ ജ്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അനാർ ജ്യൂസിൽ ആവശ്യത്തിന് മധുരം ചേർത്തുകൊണ്ട് തന്നെ നമുക്കിനി കൂടുതൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അനാർ ജ്യൂസിൽ ഈ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ. റോസ് സിറപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇത്രയും മതിയാവും. ഒരു നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ജെലാറ്റിൻ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം നല്ല ഹോട്ട് വെള്ളം, ബോയിൽ ചെയ്ത വെള്ളം തന്നെയാണ്. അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ മെൽറ്റായി കിട്ടും. ഇങ്ങനെ മെൽറ്റാകുന്ന വരെ ഇളക്കി കൊടുക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ജെലാറ്റിന് അധികം ചൂടുണ്ടാകാൻ പാടില്ല. നമ്മുടെ പുഡിംഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിന്നാൽ മതി, എന്നാൽ തണുത്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ജെലാറ്റിൻ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്, ചൂടും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വേണമെന്നില്ല, നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ജെലാറ്റിൻ മിക്സ് ഇത് ഈ നമ്മൾ അനാർ ജ്യൂസിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മുകൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, പുഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ്സിലോ
അല്ലെങ്കിൽ പുഡിംഗ് ഡിഷിലോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിലാണ് വെക്കുന്നത്. 3 ഗ്ലാസ്സിന് കണക്കായിട്ടുണ്ട് ഇത്. ഈക്വലായിട്ട് 3 ഗ്ലാസ്സിലേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിൽ തന്നെ കുറച്ച് അനാറൊക്കെ ഇട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി ഒരു 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് ശേഷം എടുത്തതാണേ. നമ്മുടെ ഈ മിക്സ് ഉണ്ട്, ജെലാറ്റിൻ ചേർത്തതാണ്. പക്ഷേ ഇത് കട്ടിയായിട്ടില്ല. കട്ടിയായിപ്പോയി. നിങ്ങളത് ഇനി കട്ടിയായിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇറക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് റെഡിയാണ്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാം. കാരണം ഇത് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ പിടിക്കും. ജെലാറ്റിൻ ആയതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് പോലെ പെട്ടെന്ന് അങ്ങ് ഉറച്ച് കിട്ടൂല. പിന്നെ ഇതിന് ടെക്സ്ചറും വ്യത്യാസം ഉണ്ടാവും. കാരണം ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങിന് ചെറിയൊരു റബ്ബറി ടെക്സ്ചറായിരിക്കും. പക്ഷേ നമ്മൾ ജെലാറ്റിൻ വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങിന് ഒരു നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറായിരിക്കും. ശരിക്കും അതാണ് കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ജെലാറ്റിൻ വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.